കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ്. സപ്ലൈകോയും മില്ലുടമകളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ പാലക്കാട്ട് നെൽ കർഷകർ ദുരിതത്തിലാണ്. സപ്ലൈകോയ്ക്ക് നൽകേണ്ട നെല്ലിന്റെ വിഹിതം കുറയ്ക്കണം എന്ന മില്ലുടമകളുടെ ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇതോടെ നെല്ല് സംഭരണം നീളുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധി. കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. എന്നും ഇങ്ങനെ പച്ച പുതച്ച് കിടക്കും. എന്നാൽ ഈ പച്ചപ്പിന് പിന്നിൽ ഒരു കൂട്ടം കർഷകരുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ണീരുമൊക്കെയുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചർച്ച വീണ്ടും പരാജയപ്പെട്ടതോടെ ആശങ്ക ഉയരുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയും മില്ലേഴ്സും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കർഷകരുടെ ആശങ്ക ഇരട്ടിയായത്. അടുത്ത ചർച്ച ഫലം കാണുന്നതുവരെ നെല്ല് സംഭരണം വൈകും. നിലവിൽ കൊയ്ത്തിന് സമയമായ നെല്ല് എത്ര കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമെന്നതും പ്രതിസന്ധിയാണ്. സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഉദ്യോഗസ്ഥ നിലപാടിനൊപ്പം നിന്ന് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും പാടശേഖര സമിതി സെക്രട്ടറി ദിവാകരൻ പറഞ്ഞു. ഈ കൃഷിക്കാര് കൊയ്തെടുത്ത നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് വീണ്ടും മഴയത്ത് പെയ്താൽ അത് നനഞ്ഞ് പിന്നെ മുളയ്ക്കാവുന്ന പരുവത്തിലായ വീണ്ടും ഉണക്കണം. അല്ലെങ്കിൽ അവർ മില്ലുകാർ അതിൻ്റെ പെർസെൻറ്റേജ് പിന്നെ ചുരുക്കും. അതും കർഷകന് ബാധ്യതയായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരുപോലെ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും ദിവാകരൻ പറഞ്ഞു. നിലവിൽ കേന്ദ്രം നിശ്ചയിച്ച 68% എന്നത് 64 ചുരുക്കണമെന്നതാണ് റൈസ് മില്ലേഴ്സിന്റെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര സംഘം വന്ന് പരിശോധന നടത്തിയപ്പോൾ പരാതിയില്ലാത്തവർ ഇപ്പോൾ ഉയർത്തുന്ന വാദം പൊള്ളയാണെന്നും കർഷകർ പറയുന്നു. ഈ തവണ ഓരോ തവണയും ഓരോ പ്രയാസം സഹിച്ചിട്ടാണ് കൃഷിക്കാർ വിളവിറക്കുന്നത്. ആ വിളവ് സമയബന്ധിതമായിട്ട് നെല്ല് സംഭരിക്കാനും സംഭരണ വില നൽകാനും ഗവൺമെൻറ് തയ്യാറാവണം. ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കൃഷിക്കാർ എന്ന് പറയുന്ന വിഭാഗത്തിനെ തന്നെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്യജീവി ആക്രമണവും ജലലഭ്യതയുടെ കുറവും മൂലം കൃഷി നഷ്ടത്തിലാണ്. അതിനു പുറമെ സംഭരണത്തിലും വില നൽകുന്നതിലെ കാലതാമസവും ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടെ ആയതോടെ അടുത്ത തലമുറ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഭയക്കുകയാണ്. കാർഷിക മേഖല തകർന്നടിയും. കൃഷിക്കാർ കൃഷിയിൽ നിന്നും ഒഴിവായി മറ്റ് മേഖലകൾ തേടിപ്പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വരണമെങ്കിൽ ഭരണ നേതൃത്വം തന്നെ ശക്തമായി ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ഒരു രക്ഷ കിട്ടാനുള്ളൂ കർഷകർക്ക്. അടുത്ത ചർച്ചകൾ എന്നുണ്ടാകുമെന്നത് സംബന്ധിച്ച് ഒരു വിവരവും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ ആശങ്ക വീണ്ടും ഉയരുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഗവൺമെൻറ് കൊടുക്കാനുള്ളവർക്ക് പൈസ കൃത്യമായി കൊടുക്കാതെ ഒരു ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. മില്ലുകാർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട്. അത് മില്ലുകാർക്ക് കൊടുക്കാണ്ട് അവർ സംഭരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ വയറു നിറക്കാൻ കൂടിയാണ് ഈ കർഷകർ പാടത്തിറങ്ങുന്നത്. നെല്ല് സംഭരണം വേഗത്തിലാക്കുക, സമയബന്ധിതമായി വില നൽകുക എന്നുള്ള ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ അധികൃതർ കേട്ടേ മതിയാകും. ക്യാമറാമാൻ രാജീവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.